ദൈവം ചെവിയില്ലാതെ കേൾക്കുകയും കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ ശ്വസിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത്പുരുഷനാകുന്നു. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു എന്ന് അരുൾ ചെയ്ത വിശ്വഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ശ്രീനാരായണ ധർമ്മത്തിലെ ധർമ്മപഞ്ചകത്തിലൂടെ ഒന്ന് കടന്നു പോവാം. അഹിംസ, സത്യം, അഷ്ടേയം, അവ്യഭിചാരം, മദ്യവർജനം എന്നിങ്ങനെ 5 കാര്യങ്ങളെക്കുറിച്ച് ഗുരു നമുക്ക് അറിവുകൾ പകർന്ന് നൽകുന്നുണ്ട്. ഇതിൽ അവ്യഭിചാരം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണെങ്കിൽ ഇവിടെ ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ നമുക്കെടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്, ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അന്യസ്ത്രീകളെ നോക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അവരോട് ചേരുക, ഇതെല്ലാം വ്യഭിചാരമാണെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഗുരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനം, മാനം, അതുപോലെ ധനം, ജ്ഞാനം, ആചാരം, പ്രാണൻ, കുലം ഇവയ്ക്കെല്ലാം അകാലനാശം സംഭവിക്കുന്നു എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. കാമക്രോധ മോഹലോഭാദികളെ അടക്കണമെന്ന് ഗുരു പഠിപ്പിക്കുന്നു. ആത്മോപദേശ ശതകത്തിലെ ആദ്യ മന്ത്രത്തിൽ ഗുരു പറഞ്ഞു തരുന്നുണ്ട്, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം എന്നാണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നിടത്തേക്ക്, ഇന്ദ്രിയങ്ങൾ പോകുന്നിടത്തേക്ക് നമ്മൾ പോവരുത്. അതായത് നമ്മുടെ പിന്നാലെ ഇന്ദ്രിയങ്ങൾ വരണം എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ, വ്യഭിചാരം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, പകല് പോലും കുറ്റാക്കുറ്റിരുട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നത്. കാരണം അവരുടെ ജീവിതം അന്ധകാരത്തിൽ, അറിവില്ലായ്മയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അവിടെ ഗുരു വീണ്ടും പറയുകയാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിയുടെ ആ സുഖങ്ങളെ അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഇഹത്തിലും പരത്തിലും പരമമായിട്ടുള്ള മോക്ഷം ലഭിക്കണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഈ പഞ്ചധർമ്മത്തെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായിട്ട് കടന്നു പോകണമെങ്കിൽ വേണ്ടാത്തതിനെ, അരുതാത്തതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഗുരു പഠിപ്പിക്കുന്നു. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കണമെന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളടക്കി കഴിയുമ്പോൾ എന്താണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശ്വരനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്താണ് കരുവെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. ആ ഈശ്വരനെ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എങ്ങോട്ടും പോവേണ്ടതായിട്ടില്ല. ആ കരുവിന് മുന്നിൽ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണ്ടും വീണ്ടും വീണു വണങ്ങാനാണ് നമുക്ക് തോന്നുക. അപ്പോൾ പരമമായിട്ടുള്ള സായുജ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അരുതാത്തതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നന്മയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ വരദാനമായി നമുക്ക് ലഭിച്ച മനുഷ്യജന്മം മനുഷ്യനായി തന്നെ ജീവിക്കുവാൻ ഉദ്ബോധിപ്പിച്ച മഹാഗുരുവിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.